ഹലോ, ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടത്തോരൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തൊരു പാത്രം വെക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും മാത്രം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് ഒന്ന് പൊട്ടിത്തീരാറാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2-3 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയോണ്ടാണ് ഞാൻ തണ്ടോട് കൂടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇല മാത്രം എടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാം കേട്ടോ. ഈ ഒരു ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ 2 ചെറിയ സവാള, മീഡിയം സൈസ് ചെറിയ സവാള എടുക്കുക. അല്ലെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ ഈ ഒരു ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ്. അപ്പോൾ 20ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുന്ന ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറണം. അതുവരെ നമുക്കിന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം വീട്ടിൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മുട്ട മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വറ്റൽ മുളക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലെക്സ് ആയിട്ട് കിട്ടും. അപ്പം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി കൂട്ടിയിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 3 മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 4 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ എല്ലാം ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തേങ്ങയും കൂടി ചേർത്തിട്ട് മുട്ടയും തേങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെയൊക്കെ ഒരു 2 മിനിറ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു മുട്ടയും തേങ്ങയും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നമുക്ക് തേങ്ങയും കൂടി ഇട്ടിട്ട് മുട്ടയും ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട വറവ് ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഉണ്ടാക്കിയപ്പോഴും തന്നെ സെർവ് ചെയ്യണം. തണുത്തതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടോ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബലൂസ് വേൾഡ്.